Dear students, good morning to all of you. Today we are reaching our fifth session. അഞ്ചാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. And in this session we are going to cover writing a brief report. ഒരു ബ്രീഫ് റിപ്പോർട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ നമ്മളൊരു ടൂറൊക്കെ പോവുക, അപ്പോൾ റിപ്പോർട്ട് എഴുതുക, അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ പോകുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു ദിവസം കോളേജിൽ പോകുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിനൊരു റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളൊക്കെ ഒരു ജോലിയെ കിട്ടി വരുന്ന സമയങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം വരിക. അപ്പോൾ നിങ്ങളെ ബോസ് ചോദിക്കുകയാണ്, വാട്ട് യു ഹാവ് ഡൺ ടുഡേ, വാട്ട് വാസ് യുവർ ഔട്ട്പുട്ട് ടുഡേ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഔട്ട്പുട്ട് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മറുപടി പറയണമെങ്കിൽ നമുക്ക് ഗീവ് മീ ഇൻ റൈറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പറയുന്ന സമയങ്ങളിൽ നമുക്കിങ്ങനെ ഒരു ബ്രീഫ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉള്ള ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വി ആർ മൂവിങ് ഫോർവേഡ്. The schedule of the daily activity of Mr. Harish, the CEO of Infotech, is given below. Study it and write a brief report. ഡെയിലി ആക്ടിവിറ്റിയാണ് മിസ്റ്റർ ഹരീഷിൻ്റെ ഡെയിലി ആക്ടിവിറ്റിയാണ്. അദ്ദേഹം ഇൻഫോടെക്കിൻ്റെ CEO ആണ്. അദ്ദേഹത്തിൻ്റെ ഡെയിലി ആക്ടിവിറ്റിയുടെ ഒരു ഷെഡ്യൂളാണ് അവിടെ തന്നിരിക്കുന്നത്, താഴെ ടൈമും കാര്യങ്ങളൊക്കെ. അതൊന്ന് നോക്കിയിട്ട് ഒരു ബ്രീഫ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എക്സാമിന് വരിക. അപ്പം 9 AM checks into office, 10 AM conducts board meeting, 11 AM check appraisal. അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിനാണ് അപ്രൈസൽ എന്ന് പറയുന്നത്. നൗ 12 noon calls on various department heads, 1:30 PM updating files, 2 PM conduct interviews, 3 PM looks at the daily reports, 4:30 PM day review meeting, 5:30 PM leaves office. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ. ടൈമും ആക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു ഷെഡ്യൂളാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാം നമുക്കൊന്ന് നോക്കാം. ബ്രീഫ് റിപ്പോർട്ട്. ഇപ്പോൾ 9 AM ചെക്സ് ഇൻ ടു ഓഫീസ്. ഇതെങ്ങനെയാണ് റിപ്പോർട്ട് രൂപത്തിൽ എഴുതുമ്പോൾ, മിസ്റ്റർ ഹരീഷ് ചെക്ക്ഡ് ഇൻ ടു ദി ഓഫീസ് അറ്റ് 9 AM. ചെക്സ് ഇൻ ടു ഓഫീസ് എന്നുള്ളത് ചെക്ക്ഡ് ഇൻ ടു ഓഫീസ് എന്നുള്ളത് ഞാനിവിടെ കൺവേർട്ട് ചെയ്തു. നോക്കിയപ്പോൾ എന്താണ് വ്യത്യാസം? ചെക്സ് ഇൻ ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് പ്രസൻറ്റ് ടെൻസ് ആണ്, പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്? ചെക്ക്ഡ് ഇൻ ടു ഓഫീസ് പറഞ്ഞാൽ ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്. അപ്പോൾ റിപ്പോർട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ആൾവേസ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസം അവസാനത്തിനോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ തലേ ദിവസത്തെ റിപ്പോർട്ട്, ആ രീതിയിലാണ് എപ്പോഴും റിപ്പോർട്ട് എഴുതുക. റിപ്പോർട്ട് റൈറ്റിംഗ് ഷുഡ് ബി ആൾവേസ് ഇൻ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എഴുതിയാൽ മതി, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. വേറെ എഴുതുകയൊക്കെ ചെയ്യാം, പക്ഷേ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഏറ്റവും നല്ലത്. പാസ്റ്റ് ടെൻസിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, നൗ അടുത്ത ആക്ടിവിറ്റി 10 AM കണ്ടക്ട്സ് ബോർഡ് മീറ്റിംഗ്. He conducted board meeting at 10 AM. He conducted board meeting at 10 AM. അപ്പോൾ കണ്ടക്ട്സ് ബോർഡ് മീറ്റിംഗ് എന്നുള്ള പ്രസൻറ്റ് ഫോമിൽ ഇവിടെ വന്ന് അത് റിപ്പോർട്ട് എഴുതുമ്പോൾ പാസ്റ്റ് ഫോമിലോട്ടായി മാറി. He conducted board meeting at 10 AM. അടുത്തത് 11 AM check appraisal. He checked the appraisals at 11 AM. Checked the appraisals. Now 12 noon. 12 noon. Then he called on various department heads at 12 noon. ഇവിടെ calls on various department heads എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ then he called on various department heads at 12 noon. 12 മണിക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആയിട്ട് അദ്ദേഹം called on എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, now 1:30 PM updating files. He updated the files at 1:30 PM. He updated the files at 1:30 PM. Now 2 PM conduct interviews. Then ഇടയ്ക്കൊന്ന് കണക്ടർ കൊടുക്കുകയാണ് ആക്ച്വലി. അപ്പോൾ അതൊരു മീനിങ് ഫുൾ ആവാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരേമാതിരി സെൻറ്റൻസുകൾ സിമ്പിൾ ചെറിയ കുട്ടികൾ എഴുതുന്ന പോലെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു ലിങ്കേഴ്സ് എന്നുള്ളൊരു കണക്റ്റേഴ്സ് ഇടയ്ക്ക് കൊടുക്കുകയാണ്. ദെൻ എന്ന വേർഡൊക്കെ വെച്ചിട്ട്.
Okay, then he conducted interviews at 2 p.m. Then he conducted ആയി മാറി, conducted interviews at 2 p.m. Further, again കണക്ടറാണ്, മീനിങ് ആയിട്ട് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. Further, he looked at the daily reports at 3 p.m. 3 p.m. looks at the daily report. Further, he looked at the daily reports at 3 p.m. Now 4:30 p.m. എന്താണ്? Day review meeting. He carried out day review meeting at 4:30 p.m. Day review meeting നടത്തി എന്നുള്ളതാണ്. Now he left his office. Leaves office എന്നുള്ളതാണ്. He left his office at 5:30 p.m. അപ്പോൾ ഹരീഷിൻ്റെ ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് റിപ്പോർട്ടിംഗ്. ആൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു റൈറ്റ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പ്രസൻറ്റ് ഫോമിലായിരിക്കും ഇവിടെ ഉണ്ടാവുക ഷെഡ്യൂള്, അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റി റിപ്പോർട്ടായിട്ട് എഴുതുന്നു. നൗ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. യു ആർ ദ സീനിയർ സെയിൽസ് മാനേജർ ഓഫ് അശോക Engineering Works Mumbai. Study the schedule of your daily activity given below and prepare report. റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. 9 AM സെയിം നേരത്തെ ചെയ്ത മാതിരി 9 AM പഞ്ചിങ് രജിസ്റ്റർ അപ്ഡേറ്റിംഗ്. 10 AM മീറ്റിംഗ് വിത്ത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്. 11 AM കാളിംഗ് അപ്പ് വിത്ത് ക്ലയൻസ്. ക്ലയൻസ് എന്ന് പറഞ്ഞാൽ കമ്പനിയായിട്ട് ഡീലിംഗ് ചെയ്യുന്ന ആൾക്കാർ എന്നർത്ഥം. 12 noon ചെക്കിംഗ് ബാങ്ക് ട്രാൻസാക്ഷൻസ്. 2 PM updating customer files. 3 PM progress assessment of the day. 4 PM visits company retail outlets. 5 PM update work diary for the day. Now we are going to write the report. Senior sales manager punching register updating എന്നുള്ളത് punched and updated registers at 9 AM. Senior sales manager punched and updating എന്നുള്ളത് updated registers at 9 AM. Now 10 AM meeting with sales representatives. He conducted meeting with sales representatives at 10 AM. Conducted meeting എന്നുള്ള ഇവിടെ കണ്ടക്റ്റഡ് എന്നൊരു വേർഡ് ആഡ് മുമ്പിൽ വരുന്നു, അതായത് അതിന് പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കണ്ടക്റ്റഡ് മീറ്റിംഗ് വിത്ത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് അറ്റ് 10 AM. ഫർദർ കണക്ട് ചെയ്ത് വേണ്ടി ഒരു കണക്ടർ യൂസ് ചെയ്യുന്നു. ഫർദർ ഹി കാൾഡ് അപ്പ് വിത്ത് ക്ലയൻസ് അറ്റ് 11 AM. 11 AM ആക്ടിവിറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, കാൾഡ് അപ്പ് വിത്ത് ക്ലയൻസ്. ഓക്കെ, നൗ ദെൻ എന്ന വേർഡ് വെച്ച് കണക്ട് ചെയ്യുന്നു. ദെൻ ഹി ചെക്ക്ഡ് ദ ബാങ്ക് ട്രാൻസാക്ഷൻസ് അറ്റ് 12 noon. 12 noon ഇവിടെ കൊണ്ടുവന്നിട്ട് ചെക്കിംഗ് ബാങ്ക് ട്രാൻസാക്ഷൻ. ദെൻ ഹി ചെക്ക്ഡ് ദ ബാങ്ക് ട്രാൻസാക്ഷൻസ് അറ്റ് 12 noon. He updated customer files at 2 PM. 2 PM updating customer files. He updated the customer files at 2 PM. Now then he carried out progress assessment of the day at 3 PM. 3 PM progress assessment of the day. Carried out the progress assessment of the day at 3 PM. ഫർദർ അഗെയിൻ കണക്ട് ചെയ്ത് പോവുകയാണ്. കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ലിങ്കേഴ്സ് എന്നാണ് ഇങ്ങനെ വേർഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫർദർ എന്നല്ല. ഫർദർ ഹി വിസിറ്റഡ് കമ്പനി റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് അറ്റ് 4 PM. 4 PM വിസിറ്റ്സ് കമ്പനി റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. ഫർദർ ഹി വിസിറ്റഡ് കമ്പനി റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് അറ്റ് 4 PM. ദെൻ കണക്ടർ വെച്ചു. ദെൻ ഹി അപ്ഡേറ്റഡ് ദ വർക്ക് ഡയറി ഫോർ ദ ഡേ അറ്റ് 5 PM. 5 PM update work diary for the day. Then he updated the work diary for the day at 5 PM. ഇങ്ങനെയാണ് റിപ്പോർട്ട് റൈറ്റിംഗ് വരിക. അപ്പോൾ ഇത് ലൈഫിൽ നിങ്ങൾക്ക് ആൾവേസ് ആവശ്യം വരും റിപ്പോർട്ട് റൈറ്റിംഗ് എല്ലാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തത് 2 എക്സസൈസുകളിൽ കൂടെ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടും നോക്കുക, മനസ്സിലാക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വേണം റിപ്പോർട്ട് ചെയ്യാൻ. And that is easy also. Okay, then bye.